രാമപുരത്ത് SIയുടെ കൈവെട്ടിയത്ര. കണ്ടോടി, FIR ഇട്ടതിന് അദ്ദേഹത്തിന്റെ കൈവെട്ടിയത്ര. ആ നാട്ടിലെ പോലീസുകാരന്റെ ജീവൻ ഒരു വിലയുമില്ല. നിന്റെ നേരമായിരിക്കും. എനിക്കവിടെ ജോലി കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അമ്മമ്മേ, ഇത്ര ധൃതിയിൽ എങ്ങോട്ടാ പോകുന്നേ? എന്ന് കരുതി ഇത്രയും പ്രായമായ സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് ശരിയാണോ? എന്താ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ഉള്ളത്? എടി അമ്മണി, എന്റെ യൂണിഫോമിങ് എടുത്ത് പെട്ടെന്നൊരു ജോലി വന്നു. അമ്മൂമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഇതിങ്ങനെ വിട്ടുകൊടുത്താലേ ശരിയാവും തോന്നുന്നില്ലല്ലോ. ഇതിനെന്നും പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനെ വിളിക്കാം. ഹലോ. എടോ, താൻ എവിടെയാ ഉള്ളേ? ഞാനിപ്പോ വീട്ടിലാണ്. എത്ര നേരം വെച്ചാ തന്നെ വിളിക്കുന്നേ? സ്വപ്നം കണ്ടതൊക്കെ മതി, മര്യാദക്ക് വരാൻ നോക്ക്. ഇവിടെ വലിയ പ്രശ്നമാ. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാന്നേ. ശേഖരൻ നായരെ, ഒരു പാട്ട് പാടി മയക്കിയെടുത്താലോ? ചുമ്മാ ഉണ്ണി വാവാവൂ. ഇതെന്തുവാടെ, പശു ഓടുന്നല്ലോ. അത് ഓടിയാ സാരമില്ല, അതിന്റെ പുറകെ താനും ഓട്. എന്തെങ്കിലും ഒന്ന് ചെയ്താ പശുവിനൊന്ന് പിടിക്കാൻ നോക്ക്. എന്റെ പശുവേ, ഓടിക്കല്ലേ. വലിയ പ്രശ്നമാണ്, വേഗം വരൂ. അവരൊക്കെ അവിടെ ഉള്ളത്. ശേഖരൻ നായർ, ഞാൻ ഇതിന് കുത്തിന് പിടിക്കട്ടെ? സാർ, എന്നെ നോക്കിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. എടോ കോൺസ്റ്റബിൾ, അങ്ങോട്ട് പോ. ഞാൻ പോയേക്കാം. എന്റെ പശുവേ, അവിടെ നിക്ക്. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. പിടിച്ചോ, പിടിച്ചോ. കാച്ച്, കാച്ച്. മിസ് ചെയ്യല്ലേ ശേഖരൻ നായരെ. എറിഞ്ഞോ, എറിഞ്ഞോ, എറിഞ്ഞോ. ചെളി കൊണ്ടല്ലേ മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. എടോ ശേഖരൻ നായരെ, എടോ, ഞാൻ അപ്പുറത്ത് പോയി പിടിക്കാൻ നോക്കാം. അല്ല കൂട്ടുകാരാ, വല്ലയിടത്തും വല്ലതും പറ്റിയോ? ഇനി പറ്റാൻ എന്താ ബാക്കിയുള്ളത്? അവൻ അവിടെ പോയി എന്ത് ചെയ്യുവാ? ദൈവമേ, വീണ്ടും കറക്കുക. ഓടിക്കോ, ജീവൻ വേണേൽ ഓടിക്കോ. ഓടി രക്ഷപ്പെട്ടോ. വേണ്ട കേട്ടോ, കയറോട്ട് കളിച്ചത് മതിയാക്ക്. വാ മോളെ, ഒന്നുമില്ല, ഒന്നുമില്ല. വാ വാ മോളെ. വിവരമില്ലാത്ത പശു കൃഷിസ്ഥലം മുഴുവനും നാശാക്കിയില്ലേ നീ? അമ്മേ, അതൊരു മിണ്ടാപ്രാണിയല്ലേ അല്ലേ? അത് വേണമെന്ന് വെച്ചാണോ ചെയ്തത്? അതിന്റെ തെറ്റൊന്നുമല്ല, ഞങ്ങള് പേടിപ്പിച്ചപ്പോ അത് വയലിലേക്ക് ഇറങ്ങി. ഞങ്ങള് കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഇതിന് എത്ര ചെലവായാലും ഞങ്ങൾ തന്നെ തരാം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയണേ? അതൊന്നും വേണ്ട മോനെ. വാ, എല്ലാരും വാ. അവരിപ്പോ എന്താ ചെയ്യണം അമ്മാവാ? എന്തേലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് കൂട്ടപ്രാർത്ഥന നടത്താറുള്ളതാ. ഇന്ന് നമ്മുടെ നാട്ടിലൊരു വലിയ ആപത്ത് സംഭവിച്ചു. ഒരു പശു പാടത്തിലേക്ക് ഇറങ്ങി എല്ലാം നാശമാക്കിയെന്നേ. ഞങ്ങൾ ഫുൾ ഫോഴ്സുമായിട്ട് പോയിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്തു. ഓൺ ഡ്യൂട്ടി മോഹൻ, വാസി, കുറുപ്പ്, പിന്നെ ശേഖരൻ നായർ.
ചക്കരമത്ത് ഔട്ട്. ഒരു സാധനം ഉപയോഗിച്ചാൽ മര്യാദയ്ക്ക് തിരിച്ചെടുത്ത് വയ്ക്കാൻ അറിയില്ല. ഷേ, ഇങ്ങനത്തെ ഒരാൾക്കാർ. ഇപ്പൊ തന്നെ തുടങ്ങണമെന്നാണോ? നിങ്ങൾ തന്നെ തുടങ്ങിക്കോ. ഇങ്കി പിങ്കി പോങ്കി father had a donkey, donkey died, father cried, pingy pingy pong. പോങ്കി. ശേഖരൻ നായരെ, പോങ്കി പോങ്കി. ഇന്ന് ഞാൻ തന്നെയാണോ? What to do? ഇന്നും നീ തന്നെ ചെയ്യേണ്ടി വരും. ടോസ് നമ്മളല്ലേ ജയിച്ചത്. നന്നായിട്ടാണ്. സൂപ്പർ. എന്താ നായരെ പതുക്കെ തൂത്തുവാര്. ഒന്ന് വേഗം ആവട്ടെ എന്റെ ശേഖര. ഓക്കെ ആണോ? Come on India! Come on, come on! അവൻ ആരാ ഇപ്പൊ ഓവർ കൊടുത്ത്? അത് കണ്ടില്ലേ, മിഡോണിൽ ആരുമില്ല. വിക്കറ്റ് പോയില്ലേ? അത് റീപ്ലേ ആണ് കേട്ടാ. ദേഷ്യം പിടിപ്പിക്കുന്നു. ഇവന്മാർക്കൊന്ന് കളിക്കാറില്ലെന്നേ. ശരി, ഞാൻ ഇറങ്ങാം. മിസ്സായി മിസ്സായി. നീ ഇപ്പുറത്തിരുന്ന് കാണാൻ ഒരു സുഖം കിട്ടുന്നില്ല. ഞാൻ ഇറങ്ങാണെന്നാ പറഞ്ഞത്. എടോ, നമ്മുടെ നായരിന് കുരുപൊട്ടിയെന്നാ തോന്നുന്നു. ഇവന്മാരെന്തിനാണ് ഈ ബോൾ എറിയുന്നത്? അമ്മേ ദേവി, കാത്തിരക്ഷിക്കണേ. ഞങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ശക്തിയും തരണേ അമ്മേ ദേവി. വായ തുറക്ക്. ഇന്നെങ്കിലും നീ പറയണേ. പറ്റുന്നില്ല. ശേഖരൻ നായരെ, വരുമ്പോ ചന്ദനം മേടിച്ചോണ്ട് പോ. അത് തീർന്നോണ്ടാ ഇപ്പൊ ഭസ്മം തേക്കേണ്ടി വരുന്നത്. അണ്ണാവന്മാർ തല്ലി. ഇനി അങ്ങനെ പറ്റില്ല. ശരിയാക്കി കൊടുക്കാം. ശരി തന്നെയാ. അങ്ങനെ നമ്മുടെ ഭാഗത്തും കുറച്ച് തെറ്റൊക്കെ ഉണ്ട്. ശരിയാണ്. വരൂ വരൂ വരൂ. നമസ്കാരം സാർ. മുറുക്ക വീട്ടിലുണ്ടാക്കിയതായിരിക്കും. ചെയ്താണെന്നേ. എന്നാ പിടിക്ക്. എടാ രാജപ്പാ, എന്താ സാറേ? മൂന്നാമത്തെ തോക്കലല്ലേ നീ തൊട്ടിരിക്കുന്നേ? അതെ അതെ. കൈ എടുക്കല്ലേടാ, വിക്കറ്റ് വീഴില്ല. ശരി സാറേ. അങ്ങനെ തന്നെ വെച്ചോ, വിക്കറ്റ് വീഴട്ടെ. ശരി സാറേ. എറിഞ്ഞു എറിഞ്ഞു എറിഞ്ഞു. ഓ, കളഞ്ഞല്ലോ. അവരൊക്കെ എവിടെയാണെന്ന് അറിയോ? റൗണ്ട്സിനാണെന്ന് പറഞ്ഞ് രണ്ടെണ്ണം ഇറങ്ങിയിരിക്കുക. ശേഖരനാണെങ്കിൽ ഇന്ന് നമ്മുടെ ബാസിനെ വിളിച്ചോണ്ട് പോയിരിക്കുക. അവരോട് വരാൻ പറയുന്നേ. എന്നും ടി വിയിൽ ക്രിക്കറ്റ് കണ്ട് കണ്ട് ബോറടിക്കുന്നു. ഇന്നത് മാറ്റണം. ഇപ്പൊ വിളിക്കാലോ. എടോ, എവിടെയാടോ താനൊക്കെ? ഞാനിവിടെ റൗണ്ട്സിനുള്ള. എടോ, ഒന്ന് പെട്ടെന്ന് വരാൻ നോക്ക്. ശരി ശരി, വന്നേക്കാം. എപ്പോഴത്തെയും പോലെ നാട്ടിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ റൗണ്ട്സ് ഞങ്ങളിപ്പോ കഴിഞ്ഞു. റിപ്പോർട്ടിംഗ് ടൈം 9:30, ഫിനിഷിംഗ് ടൈം 11 o'clock. ഓൺ ഡ്യൂട്ടി വാസിയും ശേഖരൻ നായരും. എന്തുമാത്രം ജോലി കിടക്കുക. റൗണ്ട്സിനെന്നും പറഞ്ഞ് പോയിരിക്കുക. സാർ പോസ്റ്റ്. അതെ, പോയിക്കോ. ഞാനിവിടെ എയിമിന്ന് കാണുന്നില്ല. നിങ്ങളില്ലേ? സാറേ വരുന്നുടോ.
കണ്ണ് കാണത്തില്ലയോ ഇയാൾക്ക്? ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നേ. ആ നീങ്ങ മോനെ, സാറ് ഇരിക്കണം. പതുക്കെ. ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ സമ്മതിക്കില്ല. അവനെ കൊന്നിട്ടെന്നെ അടുത്ത കാര്യം. അവന്റെ മനസ്സിലിരിപ്പ് എന്താ? എന്റെ അടുത്തുള്ള ദേഷ്യത്തിന് എന്റെ മോന്റെ തലയ്ക്കാണ് അവൻ പരിക്കേൽപ്പിച്ചിരിക്കുന്നത്, അറിയോ? എനിക്കൊന്നും കേൾക്കണ്ട. അവൻ എവിടെയായിരുന്നാലും ശരി, ഇതിന് ഞാൻ അവനെ പകരം വീട്ടിരിക്കും. എടാ, നീയൊക്കെ എന്റെ കൂടെ നടക്കുന്നതിന് എന്നെ വേണം തല്ലാൻ. ഇത് കണ്ടപ്പോ തന്നെ അവിടെ വെച്ച് തന്നെ അവനെ വെട്ടിക്കൊല്ലായിരുന്നില്ലേ? കോഴിയെ മുറിക്കുന്ന പോലെ അവന്റെ കഴുത്ത് ഞാൻ തീർച്ചയായിട്ടും വെട്ടി മുറിച്ചിരിക്കും. അവൻ എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്റെ ആൾക്കാരെ അവനെ വെറുതെ വിടില്ല. രാമപുരം രാമപുരം വേഗം കേറാ കേറാ. രാമപുരം 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 രാമപുരം. എനിക്ക് ബസ് വേഗം കേറ് കേറ്. മാറിപ്പോയതാ, മാറിപ്പോയി. അങ്ങോട്ട് കേറ്. വേഗം കേറ്. വണ്ടി നിർത്ത്. എന്തിനാണോ വണ്ടി നിർത്താൻ പറഞ്ഞേ? എനിക്ക് എത്രമാത്രം ജോലി ഉണ്ടെന്നറിയാം. വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. ഞാനിവിടെ ഉള്ളപ്പോ ആരാണ് ഇവിടെ വിസിലടിക്കുന്നേ? ഇനി എങ്ങനെ വിസിലടിച്ചാ മോന്തക്കിട്ടൊന്നും തരും ഞാൻ. ടിക്കറ്റ് തന്നെ എന്താണോ കാറാതെ? പോലീസല്ലേ, ഇങ്ങനെയാണോ പെണ്ണുങ്ങളെ വന്നിരിക്കുന്നത്? ആരാണ് എന്റെ നാട്ടിലെ പെണ്ണുങ്ങളെ തൊട്ട് കളിക്കുന്നത്? പെണ്ണുങ്ങളെ തൊട്ട് കളിക്കണല്ലേ? ഇതിനൊക്കെ വണ്ടി കയറി അമ്മ മനസ്സിലായി പെണ്ണുങ്ങളെ പറ്റി ജാഗ്രത. നിങ്ങൾക്ക് എന്തു പറ്റി? നോക്കൂ, എന്താ സംഭവിച്ചത്? അങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ തന്നെ അടിപൊളി. നിങ്ങളിത് എവിടെ പോയിരുന്നു സാറേ? നിങ്ങൾ ശരിക്കും മിസ് ചെയ്തു. കണ്ടില്ലേ, അടിപൊളി കളിയാണ്. അങ്ങനെ വട്ടന്മാരെ പോലെ വെറുതെ അങ്ങനെ കറങ്ങി നടക്കുക. ഇത് കണ്ടില്ലേ? ഇത് പോലീസ് സ്റ്റേഷനോ അതോ ക്ലബാണെന്നാണോ വിചാരം? ആദ്യം നിങ്ങളെല്ലാവരും പുറത്തു പോടാ. പോലീസ് ജോലിയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ശകുനപ്പിഴ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു 2 മിനിറ്റ് പോലും അവരുടെ കൂടെ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. അവിടെയാണെങ്കിൽ ആകെ പ്രശ്നമാ. അങ്ങനെയുള്ള നാട്ടിൽ പോയിട്ട് നമുക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും? എനിക്കൊരു കാര്യം പറയാനുണ്ട് കൂട്ടുകാരാ, നമ്മളുടെ ജീവൻ സ്വയം പോകണം, മറ്റുള്ളവരുടെ കൈ കൊണ്ട് പോകരുത്. ആ അവകാശം ആർക്കും കൊടുക്കരുത്. നിങ്ങളെന്താ ഈ പറയണ? അതായത് ഈ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ എന്തിനാ അടച്ചുപൂട്ടുന്നത്? ഇവിടെ കേസൊന്നും ഇല്ലാത്തോണ്ടല്ലേ? നമുക്ക് തന്നെ ഒരു കേസ് ഒപ്പിച്ചാലോ? നല്ല ഐഡിയ ആണല്ലോ. അപ്പോ ശേഖരൻ നായരുടെ കാര്യം? അവൻ നമ്മളെ കൊണ്ടുപോയി മനഃപൂർവ്വം കൊടുക്കുമെന്നാ തോന്നുന്നു. വേണ്ട വേണ്ട, അവൻ ഒരു കാര്യം അറിയാൻ പാടില്ല. നമ്മൾ 3 പേര് മാത്രം ഈ കാര്യം അറിഞ്ഞാൽ മതി. ഇത് നല്ല ഐഡിയ. എങ്ങനെയുണ്ട് ശകുനപ്പിഴ? കറണ്ടിന് പോവാൻ കണ്ടൊരു സമയം. ഉച്ചയ്ക്ക് എന്താ ഏട്ടാ വീട്ടിൽ കറി? മീൻകറി വെക്കാനാ പറഞ്ഞിട്ട് വന്നത്. പറയുന്ന അന്ന് അവള് പുളിശ്ശേരി ഉണ്ടാക്കി വെക്കും. ആണെങ്കിൽ പോവരുത്. യു ആർ അണ്ടർ അറസ്റ്റ്. അറസ്റ്റാ? എന്തിന്? നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ബാങ്കിൽ കൊള്ളയടിക്കാൻ നോക്കിയവനല്ലേ നീ? എന്ത്?
അയ്യോ അയ്യോ എന്താ വേണ്ട സാറേ? ആർക്കെങ്കിലും ലിഫ്റ്റ് വേണോ? ലിഫ്റ്റോ? ആ. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? ഓവർ സ്പീഡ്. ആര്, ഞാനോ? അതും ഈ വണ്ടിയിലോ? യെസ്, പാട്ട വണ്ടി. നിങ്ങൾ ചെന്നിട്ട് ആ കള്ളനോട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. അവൻ നമ്മൾ എന്ത് കേസിലാ കൊടുക്കുക? ആദ്യം വരാൻ പറ, അതൊക്കെ പിന്നെ നോക്കാം. ഇതെന്തോന്നടേ ചുമരിന് പകരം തകരം പിടിപ്പിച്ചിരിക്കുന്നത്? ഇതൊന്നും കേസ് ഇടാൻ പറ്റില്ലെന്നേ. പറ്റില്ലല്ലേ? എല്ലാത്തിനെയും വട്ടം കറക്കണം. ഇന്ന് നമുക്ക് സ്റ്റേഷനിൽ ഒരു പേരുണ്ടാക്കണം. സൂക്ഷിക്കണം കേട്ടാ, ശേഖരൻ അറിഞ്ഞവന്റെ പ്രശ്നവും. അയ്യോ, അവനിപ്പോ എവിടെ ഉണ്ടോ എന്തോ. എന്തിനാ പേരും പറഞ്ഞ് എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നീ അങ്ങോട്ട് തന്നെ. അല്ല സാറേ, സാറിനോട് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഹൗ ആർ യു? കം ഓൺ. ഒരു അക്യൂസ്ഡ് പോലീസ് ഓഫീസറിനെ നോക്കി ഹൗ ആർ യു എന്ന് ചോദിക്കുന്നു. കേറാത്ത്. ആ വേഗം എഴുതിക്കോ. ഓവർ സ്പീഡ് പേജ് നമ്പർ 140. അതിനുശേഷം സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് പേജ് നമ്പർ 152. പിന്നെ ബാങ്ക് കൊള്ള പേജ് നമ്പർ 166. അത് നോ പാർക്കിംഗ് കേസാ സാറേ. ആ, ഒരുത്തന്റെ മേത്ത് തന്നെ 2 കേസ് ഇട്ടാ മതി. ഞാൻ പറഞ്ഞത് എഴുതിക്കോ. ഇതെന്തോന്ന്, പുതിയ നിയമശിക്ഷ മോളി ഒന്നല്ലേ ഉള്ളൂ, ബാക്കി പേജൊന്നും കാണുന്നില്ലല്ലോ. വരുന്ന കണ്ടോ മത്തങ്ങ തലയൻ. എന്താ സാറേ, നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് അറസ്റ്റ് ഒക്കെ ഉണ്ടായെന്ന് കേട്ടല്ലോ. എന്ത് പറ്റി? നിയമപാലകരെ അവരെ ജോലി ചെയ്യാൻ തടസ്സപ്പെടുത്തിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ കിടക്ക്. ഗുഡ് മോർണിംഗ് സാർ. എന്താ എന്നോട് വരാൻ പറഞ്ഞേ? ആര് വരാൻ പറഞ്ഞു? എന്താ ഞാൻ ചോദിക്കുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അല്ല, ഞാനെന്താ ഈ കാണുന്നേ? ഇവരെയൊക്കെ എന്തിനാ അകത്തിട്ടെ? സാറേ, നമ്മൾ ഒരുപാട് കാലം അന്വേഷിച്ച് വന്ന ടോട്ടൽ അക്യൂസ്ഡുകളാ സാറേ. ആ പാലത്തിന്റെ ഇറക്കയിൽ ഓവർ സ്പീഡിലല്ല അവൻ വണ്ടി ഓടിച്ചോണ്ട് വന്ന്. സാർ, നോ പാർക്കിംഗ് ഏരിയയിൽ ഇവൻ ബൈക്കും കൊണ്ട് വട്ടം കറക്കിയാ വന്ന് നിന്ന്. സാർ, അവൻ കാണുമ്പോഴേ അക്യൂസ്ഡാ. ഇവന്റെ മെയിൻ ജോലി മോഷണവും പിടിച്ചു പറയുവാ. എല്ലാം പെറ്റി കേസാടോ. സ്പോട്ടിൽ ഫൈൻ ചെയ്ത് അയക്കാനുള്ളതിനെ ഇവിടെ കൊണ്ട് അടച്ചിട്ടിരിക്കുകയാണോ? അതും ഈ നാട്ടുകാരെ. അതെ, താൻ ചെന്ന് എല്ലാരും തുറന്നുവിട്. പോംബ്ര, ഇതെല്ലാം നിങ്ങൾ പറയില്ല. അത് പിന്നെ സാർ, സാർ, നിയമപുസ്തകത്തിൽ ഞാൻ വായിച്ചതാ, അതിൽ വ്യക്തമായിട്ട്. താങ്ക് യു സാർ. ഇതിനാണ് എന്നോട് വരാൻ പറഞ്ഞത്. തന്നെയൊക്കെ എന്തോന്നടേ? നിങ്ങളുടെ കാര്യം പോക്കാട്ടോ. രാമപുരം പോയേ പറ്റൂ. ഇന്നെല്ലാവരും എൻ്റെ വീട്ടിൽ വന്ന് കഴിച്ചേക്ക്. ഇനി നമ്മൾ തമ്മിൽ കാണുമോ ആവോ? വണ്ടി എടുക്കോ? ഇയാളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ഞാൻ തന്നെയാ വരാൻ പറഞ്ഞത്. നീ എന്തിനാ വരാൻ പറഞ്ഞേ? അല്ല, അത് പിന്നെ നമ്മൾ രാമാപുരത്ത് പോകുമ്പോ താമസിക്കുന്നത് ക്വാർട്ടേഴ്സ് ആണോന്ന് അറിയണ്ടേ? എന്നോട് പറയാതെ പോയാ എങ്ങനെയാ? കുടുംബത്തോടെ പോകാനുള്ള പ്ലാനാന്നാ തോന്നുന്നേ. നിങ്ങൾ സ്റ്റേഷൻ നോക്കിക്കോ, ഞാൻ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ ഉറങ്ങിപ്പോയോ? ആരെയും കാണുന്നില്ല. ഈ വാതിൽ തുറന്നിടക്കുകയാണല്ലോ. കോൺസ്റ്റബിൾ സാറേ, ഞാനൊരു മഹാകള്ളനായിരുന്ന സമയത്ത് ആരും എന്നെ പിടിച്ചില്ല. ഇപ്പൊ ഈ സമയത്ത് സഹോദരാ, ഒന്ന് നിന്നെ. ചെല്ല്, ചെന്നത് എടുത്തോളൂ. ചെല്ല്. വരൂ സഹോദര. പല്ല് തേക്കുന്ന സ്വഭാവമൊന്നും ഇല്ല അല്ലേ? ഇന്നലെ വാങ്ങിച്ച അരി നന്നായിരുന്നു. അതൊരു 5 കിലോ എടുത്തേക്ക്. 2 കിലോ ഗോതമ്പ് പോരട്ടെ. മോനെ, ഒരു 1/4 കിലോ ചായപ്പൊടി, 5 കോഴിമുട്ട വന്നേക്ക്. സൂക്ഷിച്ചെടുക്കാൻ. 1 കിലോ അരി വേണം. എന്താ സാറേ, എന്താ ഈ വഴിക്കൊക്കെ? വെറുതെ. മോഹനേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? വലിയ കുഴപ്പമില്ല. അവിടെ വല്ല പ്രശ്നം എന്തെങ്കിലും? പ്രശ്നോ? എന്ത് പ്രശ്നം സാറേ? ഇല്ലേ?
ആരേലും കക്കോ മോട്ടിക്കോ അങ്ങനെ വല്ലതും? മോഷണോ? ആ നമ്മുടെ നാട്ടിലോ? ആ. നിങ്ങളെങ്ങാനും വന്ന് മോഷ്ടിച്ചാലേ ഉള്ളൂ സാറേ. ഏയ്. വരുന്നുണ്ടടാ. നാട് മുഴുവൻ അരിച്ചു പെറുക്കിയല്ലോ, അവനെ കാണുന്നില്ലല്ലോ. അറിയില്ലല്ലോ. ആ ദാ അവിടെ ഉണ്ടവൻ. ഉറങ്ങുവാണോ? എടാ ഡാ, എഴുന്നേക്കടാ. ആരത്? നമ്മുടെ നാട്ടിൽ എവിടെയാടാ കൂർക്ക? തമാശയാത്രേ. എടാ എഴുന്നേക്കാൻ. കോൺസ്റ്റബിൾ സാറായിരുന്ന. നമസ്കാരം സാറേ. ഞാൻ പറഞ്ഞതൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ. പോലീസിന്റെ അടുത്ത് കള്ളും മേടിച്ചു പിടിച്ച് പറ്റിക്കാൻ നോക്കുവാണോ? ചീറ്റിംഗ് കേസിൽ നിന്നെ ഞാൻ അകത്താക്കും. അല്ല സാറേ, മോഹനേട്ടൻ നല്ല മനുഷ്യനാ. ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് എടുത്തു തരും. അവരുടെ കടയിൽ നിന്ന് മോഷ്ടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാ വെള്ളം അടിച്ച് മത്തായി പോയത്. ഡാ, മോഹന്റെ വെറും ചോക്ലേറ്റിന് വിശ്വാസം കാണിക്കുന്ന നീ ഞങ്ങൾ തരുന്ന കള്ളുകുപ്പിക്ക് വിശ്വാസം കാണിക്കില്ല അല്ലേ? ദാ വേഗം ചെല്ലാൻ നോക്ക്. പോടാ. അവന്റെ കോപ്രായം കണ്ടോ? എന്താടാ സാറേ, ചെറുതായിട്ട് അടിച്ച് പല്ല് തെറിപ്പിക്കും. ഞങ്ങളെ കണ്ട വിട്ടികളാണെന്ന് തോന്നുന്നുണ്ടോ? കോൺസ്റ്റബിൾ സാർ, എന്താ മോനെ? ഇപ്പൊ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാണോ പോകുന്നത്? വണ്ടി എടുക്ക് പോവാം. ഛേ, കണ്ടോ അവനവിടെ എന്ത് കാണിക്കുവാ? അവൻ അവിടെ പോലെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. കോൺസ്റ്റബിൾ സാറേ, പറഞ്ഞ പോലെ ചെയ്തു. ആണോടാ മോനെ? സത്യം ആണോടാ നീ പറയുന്നത്? ഓട്ടിച്ചു അല്ലേ? എന്റെ പൊന്നേ, എന്റെ മുത്തേ, എന്റെ ചങ്ങലേ. ഇവൻ എന്ത് സാഹസം കാണിച്ചാ വന്നിരിക്കുന്നെന്ന് കണ്ടോ? കലക്കി സുഹൃത്തേ. കുട്ടിയായി ഇവൻ സിംഹക്കുട്ടി. വേലായുധാ, ഒന്ന് കൈതട്ടിക്കേ. അങ്ങനെ അവസാനം എന്റെ പ്രാർത്ഥന കേട്ടല്ലോ വേലായുധാ. സഹോദര, ഒരു മിനിറ്റ് നിൽക്കണേ. എവിടെ താക്കോൽ? എവിടെ? നമ്മളുടെ നല്ല സമയോ. വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. വാ മോനെ പോ. സാറേ, വേഗം ഒരു FIR കോപ്പി എടുത്തോളൂ. കേസ് നമുക്ക് അവിടെ വെച്ച് എഴുതാം. എന്നാ വാടാ ചക്കര, ഒന്ന് വേഗം എടുക്ക് സാറേ. ഇനി വേറൊന്നും എടുക്കാനില്ലല്ലോ. കുട്ടാ നീ കുട്ടൻ എപ്പോഴും അങ്ങനെയാ. ഒന്നും മിണ്ടാതിരിക്കും സാറേ. നീ എന്താ മോഷ്ടിച്ചേ? മോട്ടിച്ചു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് 1000 ചോദ്യങ്ങൾ ചോദിച്ചോളും വെറുതെ. നീ വേണം ഒരു കാര്യം ചെയ്യ്. ലോക്കപ്പിലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കി വെക്ക്. സഹോദരൻ താമസിക്കാനുള്ളതാ. കുട്ടൻ വാ, നമുക്ക് ഞാൻ പറയുന്നത് കേക്ക് സാറേ. കുട്ട നീ ഒന്നും പറയണ്ട. ഇനി ഞങ്ങൾ വേണം നിന്നെ കുറിച്ച് പറയാൻ. അല്ല, സാറേ, മോഹനേട്ടാ, നമസ്കാരം സാറേ. ഇവിടെ മോഷണം പോയി എന്നാണല്ലോ ഞങ്ങൾ കേട്ടത്. പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും മിണ്ടി പോലും ഇല്ല. ഒരു കംപ്ലൈന്റ് മാത്രം എഴുതി തരൂ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കംപ്ലൈന്റോ? എന്തിനാ സാറേ? എടോ, ഇവിടെ മോഷണം പോയെന്ന് അതുപോലെ അറിയാതെയാണ് കച്ചവടം ചെയ്യുന്നത്. സഹോദര, ഇങ്ങോട്ട് വരൂ. കള്ളനെ ഞങ്ങൾ കൈയോടെ കൊണ്ടുവന്നിട്ടുണ്ട്. മോഹനേട്ടന്റെ കടയിൽ നിന്ന് എന്താ മോട്ടിച്ചേ? എടുത്തു വെച്ചേ. എന്തിനാ സാറേ ഇങ്ങനെ? പേടിക്കണ്ട കുട്ട, എടുത്തു വെക്കൂ. മിക്സർ, പപ്പടം, ഇത്രേ ഉള്ളൂ സാറേ. എന്താ സാറേ ഇത്? അല്പസമയം മുമ്പ് നായർ വന്ന് ഇതൊക്കെ അവന് വാങ്ങിച്ചു കൊടുത്ത. ഈ കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത്? എന്തത്? ഇങ്ങനെ കരയല്ലേ? ഈശ്വര, രാമപുരത്തേക്ക് ഞാൻ എങ്ങനെ പോവും? എങ്ങനെ പോവും? എന്റെ ദൈവമേ, ഈ കാട്ടിനകത്ത് ആരുണ്ട്?
ചേച്ചി തീവ്രവാദികൾ വന്നെന്ന് തോന്നുന്നു. എന്റെ അമ്മേ, പാലായിലേക്ക് ഓടാം. അയ്യോ, നമ്മളെന്താ ചെയ്യാ? വാ, ഇവിടെ ഓടി രക്ഷപ്പെടാം. വാ, വാ, പെട്ടെന്ന്. ഭാഗ്യം, തക്ക സമയത്ത് ഞാൻ എത്തി. ഇല്ലെങ്കിൽ എന്റെ ഈശ്വരാ, പുറത്തേക്ക് പോമോളെ. എന്താ ഏട്ടനീ പറയുന്നേ? പോവാനല്ലേ പറഞ്ഞത്? എങ്ങോട്ടാ? എന്താ ഇത്? ഗ്യാസിന്റെ സ്മെല്ല് വരുന്നു, അതുപോലും അറിയില്ലേ? അങ്ങനെയാണോ? എനിക്കൊരു മണവും വരുന്നില്ലല്ലോ. എന്ത് പെണ്ണാ മോളെ നീ? തീപ്പെട്ടി ഉരച്ചിരുന്ന മുഴുവൻ കത്തി ചാമ്പലായത്. എവിടെ നിന്റെ അമ്മായി? നീ പോയി കാപ്പി ഉണ്ടാക്ക്, ഞാൻ കടയ്ക്ക് പോയിച്ച് വരാന്ന് പറഞ്ഞതാ. ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലോ. എന്നും ഈ വീട്ടില് ആരാ കാപ്പി ഉണ്ടാക്കുക? എപ്പോഴും അമ്മായിയമ്മ ഉണ്ടാക്കുന്നേ. നിനക്കും നിന്റെ അമ്മായിക്കും വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എന്നും കാപ്പി ഇടുന്ന അമ്മായി ഇന്ന് നിന്നോട് കാപ്പി ഇടാൻ പറഞ്ഞിട്ട് പുറത്തു പോയിരിക്കുക. മാത്രമല്ല സിലിണ്ടറും തുറന്നു വെച്ചിരിക്കുന്നു, ജനവാതിലോ അടഞ്ഞിരിക്കുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാല് നിന്നെ കൊല്ലാൻ വേണ്ടി അമ്മായിയുടെ സൂത്രപ്പണിയായിരിക്കണോ ഇത്? എന്ന് വെച്ച് നീ പേടിക്കൊന്നും വേണ്ട, പേടിക്കേ വേണ്ട. ഞങ്ങളില്ലേ, ചെറിയൊരു കംപ്ലൈന്റ് മാത്രം എഴുതി തന്നാ മതി മോളെ. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിന്റെ അമ്മായിനെ കുനിച്ചു നിർത്തി സത്യം മുഴുവൻ പറയിപ്പിക്കും. നീ എന്ത് പറയുന്നു? വേണ്ട വേണ്ട, എന്റെ അമ്മായിയമ്മ നല്ലൊരു സ്ത്രീയാ. അങ്ങനൊന്നും അമ്മ ഒരിക്കലും ചെയ്യില്ല. വെറുതെ ഓരോ നോണം പറഞ്ഞ് ചേട്ടൻ എന്നെ പേടിപ്പിക്കുക. ഇതെന്തോന്നു? അമ്മ ഇങ്ങ് വരട്ടെ, ഞാൻ തന്നെ നേരിട്ട് അമ്മയോട് ചോദിക്കാം. മോളെ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഞങ്ങളൊക്കെ പോലീസുകാരല്ലേ, ചിന്ത ഇങ്ങനെയൊക്കെ പോവും. അമ്മായിനോട് പറയണ്ട, പോട്ടെ. മോള് ചെന്ന് കാപ്പി ഇട്ട് ചൂടോടെ കുടിക്ക്. എന്നാ ശരി മോളെ. നോക്കിയും കണ്ട് ജീവിക്കണം കേട്ടോ. അല്ലേലും ഇവളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ എന്തെന്ന് കാണിക്കുന്നു? എല്ലാവരും ഉറങ്ങുവോ? അയ്യോ, പണ്ടാരം എഴുന്നേക്കുന്നു. വന്ന് വന്ന് വന്ന്. അമ്മേ ദേവി ഭഗവതി, എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. പട്ടാണോ ഇവന്? നട്ടപ്പാതിരിക്കാണോ അവന്റെ ഒരു എക്സസൈസ്? ഒരു മിനിറ്റ് നിൽക്കൂ. ആ സ്റ്റൂൾ ഇങ്ങോട്ടെടുത്ത് ഇവിടുന്ന് കറിക്കോ. ഇത് പിടിച്ചേ. വേഗം താഴെ ഇറങ്ങ, വേഗം. എന്റെ ഭഗവതിയെ, ഇതെങ്കിലും എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റണേ. ദയവ് ചെയ്ത് എന്നെ രാമപുരത്തേക്ക് പറഞ്ഞേക്കല്ലേ. എന്ത് കോപ്പായി കാണിക്കുന്നത്? ഒന്ന് എണീച്ചേ. നമ്മൾ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോ ഇവന്മാര് സുഖിച്ചിരുന്ന് കേബിൾ ടി വി കാണുവാണോ? ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഇനി എങ്ങനെയാ ടി വി കാണുമെന്നൊന്ന് കാണട്ടെ. ഈ നാട്ടില് കലഹം ഉണ്ടാക്കി എങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ രാമപുരത്തേക്ക് പോകേണ്ടി വരും. ആ മോഹനനോട് കംപ്ലൈന്റ് എഴുതി തരാൻ പറഞ്ഞ നമ്മളെ കള്ളനാക്കുവാ അവൻ. അവന്റെ ഈ കട കത്തിക്കണം. പെട്രോളുണ്ട്. അതൊന്നും ഇങ്ങടുത്ത്. മീൻ ചട്ടിയൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ. മാറിക്കോ.
ആരെങ്കിലും കാണും. കേട്ടത് പറഞ്ഞില്ലേ, ഒരു സ്ഥലം പോലും ബാക്കി വെക്കരുത്. ശബ്ദം കിട്ട ആരെങ്കിലും ഓടി വരാൻ കത്തിക്കാം. എന്തിനങ്ങനൊക്കെ ചെയ്യുന്ന? പടം വിട്ടിട്ട് അവൻ എന്നെ നോക്കി ഇടിക്കുന്നു. കാണിച്ചു തരാടോ. ഇവിടെയും കൂടി ഒഴിക്കട്ടെ, എന്നാലും നല്ലോണം കത്തു. ഇന്ന് പിടിക്കുന്നു. അവന്റെ അമ്മയുടെ ഒരു ഷോപ്പിംഗ് മാള്. കംപ്ലൈന്റ് തരാൻ പറഞ്ഞ ഇല്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കോ ആളി കത്തുന്നത് നോക്കോ. അതെന്ത് പണിയോ? ലൈറ്റ് കണ്ടില്ലേ? ഇപ്പൊ കണ്ടോ, ഇവിടെ എന്തിനാ ഈ ലൈറ്റ്? ഇതെന്താന്ന് കല്ല് കൊണ്ടപ്പോ കൂടുതൽ വെളിച്ചമായല്ലോ. അപ്പൊ ഇതാണ് ചൈന ബൾബ്. എന്നാ പിന്നെ അതും പൊട്ടിച്ചേക്കാം. ആരുടെ ശബ്ദം ഇങ്ങോട്ട് വരുന്നേ? ഇതിപ്പോ ഞാൻ കേറി കെടുത്തിയില്ലെങ്കിൽ ഞാനൊരു പോലീസേ അല്ല. ഇവൻ എവിടെ പോവോ യൂണിഫോം ഒക്കെ ഇട്ടോണ്ട്? അയ്യോ, അവൻ വരുന്നുണ്ട്. ഞാൻ ഓടല് ഞാനും വരുന്നു. എല്ലാം കോളമായി. അവനിങ് എത്തിയല്ലോ. ഓടിക്കോ, അല്ലെങ്കിൽ തന്നെ ഡോക്ടർ എന്നോട് ഓടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവന് വേറെ പണിയില്ലല്ലോ. ഇവനൊരു ചാമ്പ്യനോ. ഓടിക്കോ. ഇങ്ങോട്ട് വരാൻ. അവൻ നമ്മളെ പറ്റിക്കാൻ നോക്കാം. വന്നേ. അതെ, നിങ്ങൾ 4 പേര് ആ സൈഡിൽ പോയി ചെക്ക് ചെയ്യും. നിങ്ങൾ എന്റെ കൂടെ വാ. യെസ് സർ. വരൂ വേഗം വരൂ. ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ. വേഗം വരുന്നുണ്ടടാ. എന്തോന്ന് ശേഖരൻ നായരെ? ചുവന്ന കളറാണ്. ആരുടെയാന്ന് മനസ്സിലായോ? അത് ഞങ്ങള് രണ്ടുപേരും ഒന്ന് കാട്ടിൽ വന്നപ്പോ. അത് തീവ്രവാദികളുടെ കൊടിയാണ്. സോ അവരിവിടെ വെച്ചാണ് പ്ലാനിംഗ് ഒക്കെ ചെയ്തത്. ഇപ്പൊ കണ്ടോ? എന്റെ അമ്മേ, ഇത് ചുറ്റി ഇതിനകത്തോട്ട് ഇടണം, അല്ലെങ്കിൽ കൈരേഖ പതിയും. എല്ലാരും കേട്ടോളൂ, നമ്മൾ കറക്റ്റ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കുറെ കണ്ടുപിടിക്കാനുണ്ട്. വരൂ. കേട്ടല്ലോ. അതെ, സൂക്ഷിച്ചു വരണേ. ഒന്നും പടക്കം പോലും ഉണ്ടാവില്ല. നീ ഒന്ന് പോടേ. അയ്യോ, എന്താ ചീനി പടക്കമാണോ? കാക്കി ബട്ടൺ. യൂണിഫോം അണിഞ്ഞ ട്രെയിൻഡ് ആൾക്കാരാണ്. ഇവിടെ അടുത്തെവിടെയോ ആണ് പരേഡ് നടന്നിരിക്കുന്നത്. സാരമില്ല, ഇന്ന് ഇതും പിടിച്ചോളൂ. പ്രശ്നം ഇനിയും വലുതാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ആ തീവ്രവാദികളെ പിടികൂടണം. നമുക്ക് സമയമില്ല. ഇൻസ്പെക്ടറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് നായിനെ കൊണ്ട് ഇതൊക്കെ നോക്കിപ്പിച്ചാൽ നമുക്ക് അവരെ പിടികൂടാം. വേഗം വരൂ. എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വേഗം വരൂ, നമുക്ക് പോണ്ടേ. അങ്ങനെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? നമ്മുടെ പോലീസ് നായയുടെ അടുത്ത് നമുക്ക് കിട്ടിയ ആധാരങ്ങളൊക്കെ കാണിച്ചാലേ അവൻ ഇവിടെ മൊത്തം അടിച്ച് പറക്കി ആരാണെങ്കിലും പിടിച്ചു കളയുന്നു. എന്റെ നായരെ, അതിന് തീവ്രവാദി നായരും വേണ്ടേ? അല്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമുക്ക് ഈ ആധാരങ്ങൾ കിട്ടിയില്ലേ? ഞാൻ തന്നെ പിടിക്കുമെന്നേ, കാണിക്കാം. അങ്ങനെ ആരും ഇല്ല നായരെ. നീ പറഞ്ഞ തുണിയില്ലേ, അതെന്റെ ബൈക്ക് തുടങ്ങാൻ വെച്ച തുണിയാ.
അതെ, ഞാനും SI അന്ന് കാട്ടിൽ വെടിവെച്ച് എല്ലാവരും പേടിപ്പിച്ചത്. രാമപുരത്തേക്ക് പറഞ്ഞു വിടുമെന്നുള്ള പേടി കൊണ്ട് ചെയ്തു പോയതാ. അപ്പൊ അന്ന് രാത്രി ഈ നാട്ടിൽ കൂടെ ഓടിയതോ? അതും ഞങ്ങള് തന്നെയാ. അപ്പൊ എന്റെ കത്തി? അപ്പൊ സ്റ്റേഷനിൽ ബോംബ് വെച്ച് നിങ്ങൾ തന്നെയാണല്ലേ? അവന്റെ വക അവനും തുടങ്ങുന്നു. ഞാൻ കൊണ്ടുപോയി ബോംബ് വെച്ചിട്ട് ഞാൻ തന്നെ പോയി അവിടെ ഇരിക്കുവോ? അപ്പൊ പിന്നെ ബോംബ് വെച്ചത് ആരായിരിക്കും? നമുക്ക് വേണേ ഇങ്ങനെ ചെയ്യാലോ. പോലീസിനായ വിൽസനെ വിളിച്ചോണ്ട് വന്ന് ബോംബ് പൊട്ടിയ സ്ഥലത്ത് മണപ്പിച്ചെന്ന് വെച്ചോ, നമ്മുടെ വില്യംസ് ബോംബ് വെച്ചവനെ പിടിക്കും. കടിച്ച് ഇറച്ചി കഷ്ണം എടുത്തോളൂ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ബോംബ് വെച്ചത് ഞാനാ. നീയോ? നീ എന്തിനാ നായരെ ബോംബ് വെച്ചേ? സോറി ഉണ്ട് കേട്ടോ, ആ സമയത്ത് നിങ്ങൾ അവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് പോട്ടെ നായരെ, നീ എത്ര വലിയ കാര്യമോ ചെയ്ത്. ശരിക്കും സൂപ്പർ സൂപ്പർ. അപ്പോ ഞങ്ങള് തീവ്രവാദികൾ, നീ ആരാ സ്റ്റേഷനിൽ ബോംബ് വെച്ചവൻ. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ, കാട്ടിന്റെ ഉള്ളിൽ തീവ്രവാദികൾ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ ഇവരോട് പറയണം. ശരിയല്ലേ? ശരിയല്ലേ? നമ്മൾ 4 പേരും അല്ലാതെ മറ്റാരും ഈ കാര്യം അറിയരുത്, കേട്ടല്ലോ? അതെന്തായാലും ചെയ്യാം. വാ, ഇന്ന് പിടിച്ചോ. ഇവിടെ നിൽക്കി. എടോ ശേഖരൻ നായരെ, നിന്നെ പോലെ ബുദ്ധിയുള്ളവനാ ചെസ് കളിക്കുമ്പോ കൂടെ ഉണ്ടാവേണ്ടത്. വാ, SI ഇന്ന് വെള്ളം കുടിക്കും. നമുക്ക് കാണാം. എന്നോടൊപ്പം ഇവരുണ്ട്. അല്ല, ഇത് ആരൊക്കെയാ? വരൂ, ഒന്ന് ഇരുന്നിട്ട് പോണം. വേണ്ട വേണ്ട, ഇപ്പൊ സ്നേഹത്തോടെ വിളിക്കും, എന്നിട്ട് പിടിച്ച് അകത്തിടും ചെയ്യും. ഈ കളിക്ക് ഞങ്ങളെ കിട്ടില്ലേട്ടാ. എടോ, അതൊക്കെ ചുമ്മാതെയല്ലേ, ഇപ്പൊ ഒരു പ്രശ്നമില്ലെന്നേ. വരൂ. ചെല്ല്, 2 ദിവസം കൊണ്ട് IPL സീരിയൽ തുടങ്ങുമല്ലോ. എവിടെ പോയിരുന്നു കാണും. അതെ, വീട്ടിൽ നിന്ന് വരുമ്പോ പലഹാരങ്ങളൊക്കെ എടുത്തോണ്ട് വരണേ. എന്നെ ഭയങ്കര പേടിയാവും. ബോർഡ് നോക്കി കളിക്കേ. എന്റെ ഏത് കളറാ? ചെക്ക്. ഇന്ന് ക്യാഷ്. കോൺസ്റ്റബിൾ സാറേ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താ ഇത്? ആരുടെ കാശാ ഇത്? അല്ല, നിങ്ങളല്ല പറഞ്ഞ മോനേട്ടന്റെ കടയിൽ നിന്ന് മോഷ്ടിക്കാൻ. അതാ അവിടുന്ന് കട്ടോണ്ട് വന്ന്. അല്ല കോൺസ്റ്റബിൾ സാറേ, അന്ന് ഞാൻ മോഷ്ടിച്ചില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നല്ലേ. അപ്പം ഞാൻ ആലോചിച്ച് തീരുമാനിച്ചതാ. നിങ്ങൾ എന്താ എന്റെ ലൈഫാണ് ചോദിച്ചത്, ഒരു സഹായമല്ലേ ചോദിച്ചത്. അതാ ഇങ്ങനെ ചെയ്തേ. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് പിടിക്ക്, എന്റെ കൂടെ വാ. നിങ്ങളും വരൂ. കേറ്. ഈ നട്ടപ്പാതിരിക്ക് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോവാ? കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എഴുന്നേക്കടോ. ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നെന്ന്. നാട് മുഴുവനും ഞാൻ നോക്കി. 2 ഗ്രൂപ്പിനെയും ഞാനിപ്പോ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. 2 ഗ്രൂപ്പിനെ ഒരുമിച്ചാണോ നീ അടച്ചു വെച്ചിരുന്നത്? നടുവിൽ ഞാനൊരു മറ വെച്ചിരുന്നു. മറയുണ്ടായിരുന്നു? വളരെ നന്നായി നായരെ. ശരി, ഞാനും ഇവിടെ സ്റ്റേഷൻ നോക്കാനുണ്ടാവും. നിങ്ങൾ വേഗം പോയിട്ട് വരൂ. നായരെ, ഷോപ്പിംഗ് മാൾ മുതലാളിനെ ശ്രദ്ധിച്ചോണം. ഞങ്ങൾ ഇപ്പൊ എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നാട് നോക്കുന്ന ആളല്ലേ. നിങ്ങൾ ചെല്ല്. നിങ്ങളുടെ ഉയിര് എന്റെ കയ്യിലാണ്. ഇതിനെന്തിനാ നിങ്ങൾ വന്ന് എന്നോട് നന്ദി പറയുന്നത്? വീട്ടിൽ പോ നോക്ക്. ഞങ്ങളിപ്പോ അവിടെ വരണേ. ഒരു നയാ പൈസ അല്ലേ വീട്ടില്? എല്ലാരും വീട്ടില് മുതല് കാണാൻ. രാത്രിക്ക് മര്യാദക്ക് ഞങ്ങള് വീട്ടിലുണ്ടായനെ. എല്ലാം നോക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് അടച്ചു വെച്ചില്ലേ. രാവിലെ വീട്ടിൽ വന്ന് നോക്കിയപ്പോ സ്വർണം പണം ഒരു സാധനമില്ലേ ഞങ്ങളുടെ വീട്ടില്. ഒന്നും കാണുന്നില്ല.
പ്രസിഡന്റ് നന്നായിട്ട് വന്നായിരുന്നല്ലോ. ആ പുള്ളിക്കാരൻ രാത്രി ഹോസ്പിറ്റലിൽ പോയല്ലേ? അത്രയും ദേഷ്യത്തിൽ പോയിട്ട് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. വീട്ടിലുള്ള സ്വർണവും പാത്രവും അരിയും ഒന്നും കാണുന്നില്ല. ശരി, എല്ലാവരും വന്ന് ഓരോ കംപ്ലൈന്റ് എഴുതി തരൂ. വരൂ. എല്ലാ കട്ടോട്ട് പോയി സർ. എന്റെ പാട്ട വണ്ടി പോലെ കട്ടുകൊണ്ട്. എന്തോന്നാ ഇത്? പാട്ട വണ്ടി. അതെ സാറേ. RC ബുക്ക് ഒക്കെ ഉണ്ടോ? നിങ്ങൾ പറയും. എന്റെ എന്നാ നിങ്ങൾ ചെല്ല്, ഞങ്ങൾ പറയാം. സ്വർണവും പിന്നെ കുറെ പാത്രവും ഒന്നും ദൈവമേ, കാണുന്നില്ല. എന്തൊക്കെയാ കാണുന്നത്? എല്ലാം തലയിലെടുത്ത്. അല്ലാതെ എന്ത് പറയാനാ? എല്ലാം ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, അറിയിക്കാം. എന്നാ ചേച്ചി ചെല്ല്. അതെ നീ എന്തിനാ ഇവിടെ വന്ന്? ഞാൻ കഴിക്കാൻ വീട്ടിൽ വന്നോളാം. വേഗം ചെല്ല്. പറയുന്നത് അതെ, കേട്ടോ നിനക്ക്. നമ്മുടെ വീട്ടിൽ കളവ് പോയെന്ന് പറയാൻ വന്നതാ. ആ? അല്ല, അത് പിന്നെ എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി വേണ്ടേ? അതുകൊണ്ടാ ഞാനും ഇവരെ തന്നെ. ചെല്ല്, നീയും പോയി വരിയിൽ നിന്നിട്ട് കംപ്ലൈന്റ് എഴുതിത്താ. ചെല്ല്. എന്നാലും എന്റെ ശേഖരം എല്ലാ തൊണ്ടി മുതലും വിൽക്കാൻ പറ്റിയില്ല. പകുതി അതുപോലെ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ബോസിന് ശരി 6 പേർക്ക്. ഇതാ ചേട്ടാ. ഫസ്റ്റ് ബോസ്, രണ്ടാമത്തതും ബോസിന് തന്നെ. നമ്മുടെ നാട്ടിലുള്ള കണ്ണിലുണ്ണിമാരെ, പ്രിയപ്പെട്ട മാന്യമഹാജനങ്ങളെ, ഈയിടെയായിട്ട് കള്ളന്മാരുടെ ശല്യം ഇവിടെ കൂടുതലുള്ളത് കൊണ്ട് അവരവരുടെ വീടുകൾ സൂക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ സാധനങ്ങളൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചേ മതിയാകൂ. ഇടയ്ക്ക് വേണേ ഞങ്ങളും സഹായിക്കാം. മോഷണം പോയ സാധനങ്ങളെ കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ഇനി മോഷണം പോവാതിരിക്കാൻ നിങ്ങൾ വേണം ശ്രദ്ധയോടെ ഇരിക്കാൻ. ഇത് ഈ നാട്ടിലെ പോലീസുകാരായ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ നാട്ടിലുള്ള വയസ്സന്മാരെ, വയസ്സത്തിമാരെ, ഈ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം ഉള്ളത് കാരണം നിങ്ങൾ ആരും ഒരിക്കലും പേടിക്കാൻ പാടില്ല. പതുക്കെ. ശരി. ആ വരി വരി മോനെ. വാ 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 മോളെ, സുഖം. കല്യാണം കഴിഞ്ഞത് നിങ്ങൾ പോകുന്നില്ലേ? അന്ന് ഭയങ്കര ധൃതിയായിരുന്നു മോനെ, പെട്ടെന്ന് വരേണ്ടി വന്നു. വാ വാ ഇരിക്കും മോനെ, അമ്മാവൻ കുളിക്കുവാ. ഞാൻ പോയി വിളിക്കാം. ഇരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. അതേ നോക്കി ആരൊക്കെയാ വന്നേക്കുന്നെന്ന്. മോനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നേനെ. ഞങ്ങൾ ബൈക്കിൽ വന്നു മാമ. ഓ ബൈക്കിലോ? ആ ഇരിക്കെ. എന്ത് ബൈക്കിലോ? എവിടെ വെച്ചത്? ഗേറ്റിനടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ അമ്മാവാ? എന്നാ പോയത് തന്നെ. ദേ ഇവിടെ വെച്ച അമ്മാവാ. പൂമാല മാത്രം താഴെ കിടക്കുന്നു. അത് പൊക്കി കൊണ്ടുപോയടാ. അമ്മാവാ പുതിയ വണ്ടി നമ്പറും കൂട്ടിയിട്ടില്ല. അതൊക്കെ അവന്മാരെ തന്നെ ഇട്ടോളും. എന്തിനാ മോനെ ഇത്രയും സ്വർണ്ണം കിട്ടോണ്ട് ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്ന്? നിങ്ങളെ ഞാൻ എങ്ങനെ സംരക്ഷിക്കുന്ന അറിയുന്നില്ലല്ലോ. എന്താ എന്ത് പറ്റി? നീ എന്താ ഈ പറയണ? എടാ സ്വർണ്ണം മോഷ്ടിക്കാൻ വന്നു. ഇനി ഒരു മിനിറ്റ് പോലും നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എത്ര വേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നീ ആ വാളും നിർത്തേ. ഓ ചെരുപ്പിട് തന്നെ. വേഗം വാ 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 മോനെ. കേട്ടല്ലോ.
നിന്നെ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. നിന്റെ കൈ കടിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒറ്റ ഇട്ടി വെച്ചത് തള്ളേ. എടി, എന്നെ ഇത് തല്ലിയല്ലേ? നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. അതെ, അങ്ങനെ തന്നെ ശരിയാക്ക ഞാൻ. അങ്ങനെ ഞാൻ ചെയ്യും, മനസ്സിലായോ? അതേടി, ഞാൻ തന്നെ ചെയ്തേ. നിന്നെ ഞാൻ ആദ്യം കൊല്ലും. മോഹനന്റെ കടയാണല്ലോ. ഇങ്ങോട്ട് വാ. കറങ്ങണോ? വേഗം വാ. അങ്ങോട്ട് നോക്കരുത്. അവനെ നോക്കല്ലേ? എന്തിനാ അവനെ നോക്കണേ? വരാല്ലേ പറഞ്ഞ്. അല്ല, ഒരു 2 വീടാണെങ്കിൽ സാരില്ല, മൊത്തം കളവ് പോയിരിക്കില്ലേ? ഇതാരോ സംഘം ചേർന്ന പണിയാണ്. എന്തോന്ന് സംഘം? എന്റെ ഇത്രയും കാലത്തെ പോലീസ് സർവീസിനിടയ്ക്ക് എന്റെ വീട്ടിലും കയറി മോഷ്ടിച്ചിരിക്കാന്ന് വെച്ചാ? അല്ല, വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാവുന്നേ. വേഗം വന്നേ, വരാൻ. ഭാഗ്യം, നമ്മള് സ്റ്റേഷനകത്തേക്ക് എത്തി. രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. എന്താ പറ്റിയത്? ഞങ്ങളൊരു 4-5 പേര് പിന്തുടർന്ന് വരികയാണ് മോനെ. ഒന്ന് നോക്കിയേ, ഇവരെ എങ്ങനെയും ബസ് കയറ്റി വിടണം മോനെ. സാറേ പ്ലീസ് സാറേ, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. അതെ സർ, പ്ലീസ് സർ, ഗോപാലേട്ടാ, നിങ്ങൾ ആരാണെന്ന് ആർക്കും അറിയാം. എല്ലാരും മുഖത്ത് തുണിയിട്ടിരിക്കുകയാണ്. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇവിടെ വന്നില്ലേ, ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നേ. ആ വാസി, നിങ്ങൾ അങ്ങോട്ട് പോയി നിൽക്ക്. SI സാർ, നിങ്ങൾ ഇങ്ങ് വരൂ. നമ്മളാണ് ഇവരെ കൊണ്ടുപോകേണ്ടത്, കേട്ടല്ലോ. എല്ലാരും കൈ പിടിക്കേ. പതുക്കെ പതുക്കെ. ധൈര്യം ഇപ്പൊ വാടാ.
കണ്ടോ, സ്വർണം മുഴുവൻ അവർ അടിച്ചോണ്ട് പോയി. ഇനി ശരി എന്തെങ്കിലും സംഭവിച്ചു? ശരി, വന്നേ, വന്നേ. വന്നേ. നമുക്ക് ഇവിടെ വേഗം പോയേക്കാം. വന്നേ. വേഗം വാ. ദേ ബസ് വരുന്നുണ്ട്. വേഗം വാ, വേഗം വാ. എന്നാ നിങ്ങൾ കേറിക്കോ, ഇതിൽ കേറിക്കോ. നിങ്ങൾ പൊക്കോ, പൊക്കോ. വേഗം വാ മക്കളെ, വേഗം ബസ് കയറാൻ നോക്ക്. കേറ്, 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 കേറിക്കോളൂ. കേറ്, കേറ്. വേഗം വേഗം കേറ്. എന്നാ വേഗം വിട്ടോ. വണ്ടി എടുക്ക, വണ്ടി എടുക്ക. ശരി അമ്മാവാ. അമ്മാവാ, ഞാനിനി ഈ വാഹനത്തിൽ തിരിഞ്ഞില്ല. സെലക്ടഡ്. പോട്. സെലക്ടഡ്. ഇന്നെന്താണ് പ്രോഗ്രാം? ബോസ്, അത് പ്രോഗ്രാമാണ്. സോറി ബോസ്. ഇന്ന് കറുത്ത വാവാ പറ്റിയ സമയം. ഇവിടെ ഉള്ളതെല്ലാം നമ്മൾ അടിച്ചു മാറ്റിയില്ലേ? വേറെ എന്നാ ഉള്ളേ? തൊട്ടടുത്ത് എവിടെയെങ്കിലും പോയി നോക്കിയാലോ ബോസ്? ആ പ്രോഗ്രാം ഫിക്സ് ചെയ്തോളൂ. നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ?